തിരുവനന്തപുരം മണ്ണന്തലയിൽ 3 വയസ്സുകാരന്റെ ദേഹത്ത് തിളച്ച ചായ ഒഴിച്ച് പൊള്ളിച്ച വാർത്ത കേട്ട് പലരുടെയും ഉള്ളു പൊള്ളിക്കാണും. അമ്മയുടെ രണ്ടാനച്ഛനാണ് കൊടുങ്ക്രൂരത കാട്ടിയതെന്നായിരുന്നു പരാതി. കുട്ടിയെ ഗുരുതര പരിക്കുകളോടെ SAT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ പോലീസ് കേസും എടുത്തിരുന്നു. എന്നാൽ അമ്മയുടെ രണ്ടാനച്ഛൻ ഉത്തമനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കേസിൽ വൻ ട്വിസ്റ്റുണ്ടായിരിക്കുന്നു. കുഞ്ഞിന്റെ ദേഹത്ത് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ ചായ വീണതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഇതോടെ ഉത്തമനെ പോലീസ് വിട്ടയച്ചു. എന്നാൽ ഇത്തരമൊരു പരാതിക്ക് പിന്നിൽ ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കണം. ഒരു പകൽ മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് തിരുവനന്തപുരം മണ്ണന്തലയിൽ 3 വയസ്സുകാരന്റെ ദേഹത്ത് തിളച്ച ചായ വീണ് പൊള്ളലേറ്റ സംഭവത്തിൽ നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നുവെന്ന വിശദീകരണവുമായി മണ്ണന്തല പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കുട്ടിയുടെ പിതാവ് അടക്കം ന്യൂസ് 18 ഉൾപ്പെടെ പ്രതികരിച്ചത് ഭാര്യയുടെ രണ്ടാനച്ഛനാണ് തന്റെ കുഞ്ഞിന്റെ ദേഹത്തേക്ക് ഈ തിളച്ച ചായ ഒഴിച്ചതെന്നായിരുന്നു. പക്ഷേ പോലീസ് വിശദമായി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ സംഭവ സമയത്ത്, അതായത് 24-ാം തീയതി വൈകിട്ട് ഉത്തമൻ എന്ന ഈ പെൺകുട്ടിയുടെ ഈ കുഞ്ഞിന്റെ മാതാവിന്റെ രണ്ടാനച്ഛൻ സംഭവ സമയത്ത് സ്ഥലത്തില്ലായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു. അതോടൊപ്പം വീടിന് സമീപത്ത് നിന്നും വീട്ടിൽ നിന്നുമുള്ള CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്ന സാഹചര്യവുമുണ്ടായി. ആ പരിശോധനയിലാണ് ആ സമയത്ത് ഉത്തമൻ വീട്ടിലില്ലായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. പിന്നീട് വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് കുഞ്ഞിന്റെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ചായപാത്രം തെന്നി വീണാണ് ഈ അത്യാഹിതം സംഭവിച്ചത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടി വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചതോടെ പാത്രം തെന്നി വീഴുകയായിരുന്നു. തുടർന്ന് ഈ കുഞ്ഞിന്റെ ദേഹം നെഞ്ചിന് താഴേക്ക് തുടവരെയുള്ള ഭാഗങ്ങളിൽ ഈ ചായ വീണ് ശരീരത്തിൽ സാരമായി പരിക്കേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് പോലീസ് ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് സാധൂകരിക്കുന്ന CCTV ദൃശ്യങ്ങൾ കൂടി വീണ്ടെടുത്ത പശ്ചാത്തലത്തിൽ ഒരു ദിവസമായി കസ്റ്റഡിയിൽ വെച്ചിരുന്ന ഈ കുഞ്ഞിന്റെ മാതാവിന്റെ രണ്ടാനച്ഛനെ പോലീസ് വിട്ടയച്ചിരിക്കുകയുമാണ്.